ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ നാടൻ രീതിയിലുള്ള ബത്തക്ക വെള്ളമാണ് റെഡിയാക്കിയെടുക്കുന്നത്. ഇത് നമ്മുടെ കണ്ണൂർ സൈഡിലൊക്കെ എല്ലാവരും ചെയ്തു വരുന്ന ഒരു റെസിപ്പിയാണ്. നോമ്പ് കാലത്തും നല്ല ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. പെട്ടെന്ന് ചെയ്തെടുക്കാം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് മാത്രമല്ല 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സംഭവം റെഡിയായി കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം. നമ്മുടെ ഈ ബത്തക്ക വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 3 ബത്തക്കിൻ്റെ പീസാണ്. അതായത് ഒരു ചെറിയ ബത്തക്കിൻ്റെ നേരെ പകുതി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം, നമുക്ക് എത്രയാണോ വേണ്ട അത്ര എടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറേ ലൈൻസ് ഇട്ട് കൊടുക്കുക. നമുക്ക് എത്ര തിന്നായിട്ടുള്ള കഷ്ണങ്ങൾ വേണോ ആ ഒരു രീതിയിൽ കുറേ ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ ഇങ്ങനെ കൊത്തിയരിയാന്ന് പറയില്ല, ആ ഒരു രീതിയിൽ തന്നെ നല്ല പൊടി പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ എടുത്തിട്ടുള്ള ബത്തക്കൊക്കെ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ബത്തക്കെല്ലാം ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കുക. ആ സമയത്ത് ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഇതിൽ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി കിട്ടും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കഴിക്കാനും കൂടെ പറ്റും. പെട്ടെന്ന് ചെയ്തെടുക്കാം, അതാണ് ഈ ഒരു ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസൊക്കെ പുറത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാകുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ബത്തക്കൊക്കെ അനുസരിച്ചിട്ടുള്ള മധുരം ചേർത്ത് കൊടുത്താൽ മതി. നല്ല മധുരമുള്ളതാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ്. അത്യാവശ്യം മധുരമുള്ള ബത്തക്ക ആയതുകൊണ്ട് ഒരു 3 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നുകൂടി ഇതിൻ്റെ അകത്തുള്ള വെള്ളം പുറത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കിട്ടും. പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചവെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു വെള്ളത്തോടെ തന്നെയാണ് നമ്മൾ കുടിക്കേണ്ടത്. കുടിക്കുന്ന സമയത്ത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി കഴിക്കുന്ന ആ ഒരു രീതിയിലാണ് കുടിക്കേണ്ടത്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല തണുപ്പോടെ തന്നെ കുടിക്കുക, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി തണുപ്പ് കുടിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രീതി തന്നെ തണുപ്പില്ലാതെയും കുടിക്കാം, കുഴപ്പമില്ല. അപ്പം കൂടുതൽ ടേസ്റ്റ് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നോമ്പിൻ്റെ സമയത്ത് ഈ ഒരു ഗ്ലാസ് കുടിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മുടെ വയറങ്ങ് നിറഞ്ഞോളും. അത്രയ്ക്കും നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഈസി ഡ്രിങ്കാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് ഇവിടെ അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബി കെയർഫുൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.